നമ്മളിപ്പം മലപ്പുറം ജില്ലയിലെ പുകയൂർ എന്ന സ്ഥലത്ത് ബാസിൽ മുഹമ്മൂദിൻ്റെ വീട്ടിലാണ് നമ്മളിവിടെ ചേർന്നിരിക്കുന്നത്. ഈ വർഷത്തെ 2024 നീറ്റ് സ്കോറിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഒരു കൊച്ചുമിടുക്കനും കൂടെയാണ് നമ്മുടെ ബാസിൽ മുഹമ്മദ്. അപ്പം ബാസിൽ മുഹമ്മദിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഓക്കെ, റിസൾട്ട് അറിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത്? റിസൾട്ട് അറിഞ്ഞപ്പം ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു ഹൈ സ്കോറുള്ള റിസൾട്ട് പ്രതീക്ഷിച്ചിരുന്നില്ല. അല്ലെങ്കിൽ അതിലോട്ട് എത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും കഴിയുമെന്നുള്ളൊരു തോന്നലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇത്രയും നല്ലൊരു സ്കോർ വന്നപ്പം, അല്ലെങ്കിൽ കേരളത്തിലെ നല്ലൊരു കോളേജിൽ തന്നെ കിട്ടുമെന്നുള്ളൊരു സ്കോർ വന്നപ്പം ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടായിരുന്നു ബ്രില്യൻറ്റ് ചൂസ് ചെയ്യാൻ കാരണം? ബ്രില്യൻറ്റ് ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വർഷം വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. അപ്പം ഒരു ബോർഡർ സ്കോറിൽ എത്തിയുണ്ട്. അപ്പം എനിക്കിനി വേണ്ടത് പറഞ്ഞാൽ കുറേ എക്സാമുകൾ വേണം, പിന്നെ അത് നല്ലൊരു കോമ്പറ്റീഷൻ വേണം. അപ്പം കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ബ്രില്യൻറ്റ് മാത്രമേ ഉള്ളൂ. കാരണം ഇത്രയും സ്റ്റുഡൻസ്, ഇത്രയും ടോപ്പ് സ്റ്റുഡൻസ്, അത്ര നല്ല റിസൾട്ട് വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കണം എന്ന് പറയുന്ന പോലെ തന്നെ അല്ലേ? റിസൾട്ട് ഉള്ള ആ ഒരു മികച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തപ്പിയപ്പോൾ നമുക്ക് ആദ്യം വേണ്ടി ചോയ്സ് കിട്ടി ബ്രില്യൻറ്റ് തന്നെ. ബ്രില്യൻ്റ് ആണ് നമുക്ക്. ഒരിക്കലും ആ ഒരു ചോയ്സ് ബാഡ് ആയിരുന്നില്ല. കാരണം അവിടുത്തെ എക്സാം കൊണ്ട് മാത്രമായിരുന്നു ഈ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായത്. കാരണം ആ ഒരു എക്സാമുകൾ ഫ്ലോയിൽ ഇങ്ങനെ വന്നു, 100ഓളം എക്സാമുകൾ എഴുതി. അതിനുശേഷം നീറ്റ് എക്സാം എഴുതിയപ്പം ശരിക്കും ഒരു ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാമിൽ എഴുതുന്ന പോലെ തന്നെ ആയിരുന്നു നീറ്റ് എക്സാം ഉണ്ടായിരുന്നത്. അത്രയും ഈസിയോടെ തന്നെ എഴുതാൻ പറ്റി. ഓക്കെ, ഈ ബ്രില്യൻ്റ് ഫെസിലിറ്റീസ് എത്രമാത്രം സഹായിച്ചു ഈ ഒരു നീറ്റിലെ ഉന്നത ഒരു വിജയം കരസ്ഥമാക്കാൻ? ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഹോസ്റ്റൽ തന്നെയായിരുന്നു. ഹോസ്റ്റൽ അത്രയും ഒരു പീസ്ഫുൾ ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. നമുക്കൊരു ശല്യം ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. എല്ലാ കുട്ടികളും നല്ല പഠിക്കുന്ന കുട്ടികൾ തന്നെ ആയിരുന്നു. അതേപോലെ തന്നെ ഒരു ശല്യം ഇല്ലാതെ നല്ല പീസ്ഫുള്ളായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് പഠിക്കാമായിരുന്നു. അത് തന്നെയായിരുന്നു ഏറ്റവും ആദ്യം പറയേണ്ടത്. പിന്നെ ലൈബ്രറി പറയുകയാണെങ്കിൽ വളരെ നല്ല ലൈബ്രറി ആയിരുന്നു. പിന്നെ ഹോസ്റ്റലിലൊക്കെ ലൈബ്രറീസ് ഉണ്ടായിരുന്നോ? ഹോസ്റ്റലിൽ ലൈബ്രറി ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ക്യാമ്പസ് എന്ന് പറയുന്നത് അവിടെ നടന്നു പോകാൻ ദൂരം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് വരെ ഞങ്ങൾ ക്യാമ്പസിനകത്തായിരുന്നു. ഹോസ്റ്റലിൻ്റെ ഫുഡ് വരെ അത്ര അടുത്തായിരുന്നു ഹോസ്റ്റലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ലൈബ്രറി ആയിക്കോട്ടെ, റെഫറൻസോ ആയിക്കോട്ടെ, എല്ലാം അതിന് മാക്സിമം ലെവലിൽ തന്നെ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ റിസൾട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഇ ലേണിംഗ് ആപ്പ് എത്രമാത്രം സഹായിച്ചു? ഇ ലേണിംഗ് ആപ്പിനെ കുറിച്ച് ശരിക്കും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ വർഷം എനിക്ക് ഓർഗാനിക് കെമിസ്ട്രി അത് തീരെ അറിയാത്തൊരു കാര്യമായിരുന്നു. ഇപ്രാവശ്യം വന്നപ്പോൾ തന്നെ ആദ്യം തന്നെ ഞാൻ തീരുമാനം എടുത്തായിരുന്നു ആദ്യം ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചെടുക്കണം എന്നുള്ളത്. അപ്പം അതിന് ക്ലാസ്സിൽ പോയപ്പം തീരെ ബേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ പഠിപ്പിക്കണമെന്നും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. അങ്ങനെ ഹോസ്റ്റലിൽ വരും. ഇ ലേണിംഗ് ആപ്പിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഏതൊക്കെ ലെവലിൽ, ബേസിക് ലെവൽ മുതൽ ഹൈ ലെവലിലുള്ള വീഡിയോസ് വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആ വീഡിയോ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇപ്പം നമുക്കിപ്പോൾ എക്സാംസ് ഇപ്പോൾ ഇൻ കേസ് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റിപ്പോയി, അപ്പോൾ തന്നെ നമ്മുടെ ഡൗട്ട് ക്ലിയറൻസ്, അതുപോലെ തന്നെ ഇ ലേണിംഗിൽ തന്നെ നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ നടക്കും. അപ്പോൾ ഇപ്പോൾ ആൻസറുകളൊക്കെ റെസ്പോൺസ് ഒക്കെ കിട്ടാറുണ്ടോ? തീർച്ചയായിട്ടും. അതായത് എക്സാം കഴിഞ്ഞ് ഉടനെ വന്നിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരുമ്പോൾ തന്നെ റിസൾട്ട് വന്നിട്ടുണ്ടാവും. അത് വലിയൊരു ഉപകാരമായിരുന്നു. കാരണം റിസൾട്ട് വന്ന് നമുക്ക് ഏതൊക്കെ തെറ്റി എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ അതിൻ്റെ സൊല്യൂഷൻ വന്നിട്ടുണ്ടാവും വീഡിയോ തന്നെ. അപ്പോൾ നമുക്ക് ഓരോ ഉത്തരം തെറ്റ് ഏതാണ് നോക്കും, അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കും. വളരെ നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നല്ലൊരു ഉപകാരമായിരുന്നു ആ ഒരു പരിപാടി. നീറ്റ് സ്കോർ 687 പ്രതീക്ഷിച്ചിരുന്നു. 687 എന്നുള്ളൊരു സ്കോറ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടുത്തെ മോഡൽ എക്സാം ഒക്കെ നോക്കുകയാണെങ്കിൽ 600-ന് മുകളിലുണ്ടാകും. പക്ഷെ നമ്മൾ ഇത്രയും വലിയൊരു കട്ട് ഓഫ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ 600-ന് മുകൾക്ക് ഉണ്ടാകുമ്പോൾ 650-ൻ്റെ അടുത്തൊക്കെ ഉണ്ടാകുമ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു. ഇത്രയും നല്ലൊരു സ്കോർ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം മോഡൽ എക്സാമിനൊക്കെ ആദ്യമൊക്കെ കുറേ മാർക്ക് കുറവായിരുന്നു. പിന്നെ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് 650-ൻ്റെ അടുത്തോട്ട് എല്ലാ എക്സാമിലോട്ടൊരു എത്തിച്ചിരുന്നു. ഈ ബാസിലിൻ്റെ ഈ സ്കൂൾ പഠനമൊക്കെ എവിടെയായിരുന്നു? സ്കൂൾ പഠനം ഞാൻ 10 SSLC പാസ് ചെയ്ത് ഇവിടെ തൊട്ടടുത്തുള്ള അബ്ദുറഹിമാൻ നഗർ സ്കൂളായിരുന്നു. അതിനുശേഷം +2 ചെറൂർ PPTM YHS സ്കൂളായിരുന്നു. എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതായിരുന്നു? എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഫിസിക്സ് ആയിരുന്നു. ഫിസിക്സിൽ ഓരോ ക്വസ്റ്റ്യൻസും പ്രോബ്ലം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ കുറച്ചുകൂടി ടഫായിട്ട് തോന്നിയിട്ടുള്ളത് കെമിസ്ട്രി ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർഗാനിക് കെമിസ്ട്രി എനിക്ക് ഞാൻ ഈ ബ്രില്യൻ്റ് എത്തുന്ന വരെ ഒരു ബേസിക് പോലും അറിയാത്തൊരു കുട്ടിയായിരുന്നു ഞാൻ. അപ്പോൾ അവിടുന്ന് ഫസ്റ്റ് തന്നെ തീരുമാനിച്ചിരുന്നു ഓർഗാനിക് നല്ലപോലെ പഠിച്ചെടുക്കണം, അതിൽ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലോട്ട് എത്തണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ വീഡിയോസ് എല്ലാം കണ്ട് അതിൽ നോട്ട് ഉണ്ടാക്കി വീണ്ടും ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചെടുത്ത് ലാസ്റ്റ് എത്തിയപ്പോൾ തന്നെ ഓർഗാനിക്കിൽ ഒരു ക്വസ്റ്റ്യൻ പോലും ചെയ്യാൻ പറ്റാത്ത ആ ഒരു ഇതുണ്ടായിരുന്നില്ല. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തും ശരി ഉത്തരവാകുകയും ചെയ്തിട്ടുണ്ട്. മോൻ്റെ ഒരു എൻട്രൻസ് പ്ലാന്, അതായത് നമ്മൾ ഈ ടൈം ടേബിളൊക്കെ എങ്ങനെയാണ് തയ്യാറായിക്കൊണ്ടിരുന്നത്? ടൈം ടേബിളിൻ്റെ എന്നെ സംബന്ധിച്ചോളം ടൈം ടേബിൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല. പഠനത്തിനായിക്കോട്ടെ ടൈം ടേബിൾ ഉണ്ടായില്ല.
പഠിക്കാൻ തോന്നുമ്പോൾ പഠിക്കും. ആ പഠിക്കുന്ന സമയം ഒരു അരമണിക്കൂറായിക്കോട്ടെ 1 മണിക്കൂറായിക്കോട്ടെ അത് മാക്സിമം മുതലാക്കും. അതായത് ആ ടൈമിൽ മറ്റൊന്നും ഉണ്ടാവില്ല. എടുക്കുന്നത് അരമണിക്കൂറായിക്കോട്ടെ 1 മണിക്കൂറായിക്കോട്ടെ അത് മുതലാക്കുക എന്നുള്ളതാണ് പ്ലാൻ. MBBS തിരഞ്ഞെടുക്കാണ്ടായ ആ ഒരു കാരണം എന്തായിരുന്നു? MBBS തിരഞ്ഞെടുക്കാൻ ഡോക്ടർ ആവണം എന്നുള്ളത് ചെറുപ്പം മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു വലിയൊരു ആഗ്രഹമായിട്ടുണ്ടായിരുന്നില്ല. +2 കഴിഞ്ഞവരെ ഈ ഡോക്ടർ ആവാൻ നീറ്റ് എഴുതണമെന്നോ അല്ലെങ്കിൽ എൻട്രൻസ് എഴുതണമെന്നോ അതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. അങ്ങനെ +2 കഴിഞ്ഞതിന് ശേഷം ഇവിടെ എൻ്റെ താത്ത ഡോക്ടറാണ്. ഇവിടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ തന്നെ MBBS കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയൊക്കെ എന്തും സപ്പോർട്ട് ചെയ്യായിരുന്നോ? സപ്പോർട്ട് ആയിരുന്നു, ശരിക്കും സപ്പോർട്ട് ചെയ്തിരുന്നു. തീർച്ചയായും. അപ്പം വീട്ടിൽ നിന്ന് തന്നെ ഒരു ഡോക്ടർ ഉണ്ടായതുകൊണ്ട് തന്നെ ആ മേഖലയിലോട്ട് എങ്ങനെ പോകണം എന്നുള്ളത് ഇപ്പൊക്കെ നല്ലപോലെ അറിയായിരുന്നു. ഇപ്പായിരുന്നു എൻട്രൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നിരുന്നത്. അങ്ങനെ ആ മേഖലയിലോട്ട് പോയി. പിന്നീടാണ് എൻട്രൻസ് മേഖലയിലോട്ട് വന്നതിന് ശേഷമാണ് MBBS ആവണം അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആകണം എന്നുള്ളതിൻ്റെ വളരെ ആഗ്രഹം കൂടി വന്നത്. ആദ്യമൊക്കെ നമുക്കിങ്ങനെ ഈ പരീക്ഷകളിലൊക്കെ മാർക്ക് കുറഞ്ഞു, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡൗൺ ആവുന്നു. അല്ലെങ്കിൽ ആദ്യത്തെ റിപ്പീറ്റ് നമുക്ക് ആദ്യം നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് നമുക്ക് കിട്ടിയില്ല, സെക്കൻഡ് അറ്റംപ്റ്റും കൂടി ആയി. ഇപ്പോൾ മൂന്നാമത് വന്നപ്പോഴത്തേക്കും വീണ്ടും നമ്മളെ എങ്ങനെയായിരുന്നു പേരൻസ് അപ്പോൾ റെസ്പോൺസ് ചെയ്ത് എങ്ങനെയാണ്? എന്നെ സംബന്ധിച്ചോളം ഞാൻ 3-ൽ കൂടുതൽ തവണ എഴുതിയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ വർഷം മുന്നത്തെ വർഷം എഴുതിയപ്പം വളരെ മാർക്ക് കുറവായിരുന്നു. അന്ന് എന്നോട് ഒരു അധ്യാപകൻ പറഞ്ഞ ഓർമ്മയുണ്ട്, ഒരു +2 ഉഴപ്പി നടക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും അവൻ വെറുതെ പോയി നീറ്റ് ചെയ്താണെങ്കിൽ പോലും ഇതിനേക്കാൾ നല്ലൊരു മാർക്ക് കിട്ടും. അപ്പം അന്ന് ഞാൻ ശേഷം പിന്നെ അന്ന് എഞ്ചിനീയറിംഗ് കിട്ടുമായിരുന്നു. പക്ഷേ എഞ്ചിനീയറിംഗ് പോകാൻ താല്പര്യമില്ല. ഞാൻ ഉപ്പാണ് ചോദിച്ചു. ഉപ്പ പറഞ്ഞു, എൻ്റെ ലൈഫാണ്, അത് നീയാണ് ചൂസ് ചെയ്യേണ്ടത്, അത് ഞങ്ങളാരും തീരുമാനം എടുക്കേണ്ടതല്ല. നീ എന്താണ് തീരുമാനിക്കുക അതിന് എന്തായാലും 100% സപ്പോർട്ട് ഞങ്ങളെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് പറഞ്ഞു. ആ ഒരു ധൈര്യത്തിന് ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പം ആ വളരെ തുച്ഛമായ സ്കോറിൽ നിന്നും 594 എന്ന സ്കോറിലോട്ട് എത്തി. കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്നുള്ളത് 610 ആയിരുന്നു. അപ്പോൾ 594 എന്ന സ്കോറിലോട്ട് എത്തിയപ്പം സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ അതേപോലെ തന്നെ കട്ട് ഓഫ് കടക്കാൻ പറ്റാത്തതിൻ്റെ നിരാശ ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു, ഇതാണ് നിൻ്റെ മാക്സിമം, ഇനി മുന്നോട്ട് നിന്നെ കൊണ്ട് കഴിയില്ല എന്നൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എല്ലാവരും സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ അതിന് താങ്ങത്തില്ല, ലോണൊക്കെ എടുത്തിട്ട് പോകേണ്ടി വരും. അപ്പോഴും പിന്നെ ഇതേ ഒരു ചിന്ത മുന്നോട്ട് വന്നപ്പം ഉപ്പാനോട് ചോദിച്ചു. ഉപ്പ പറഞ്ഞ്, എന്താണെങ്കിലും എൻ്റെ തീരുമാനമായിരിക്കും, നിൻ്റെ ലൈഫാണ്, നീയാണ് തീരുമാനം എടുക്കേണ്ടത്, വേറെ ആരും അതിൽ തീരുമാനം എടുക്കാൻ വരാൻ പാടില്ല. നിനക്ക് എന്ത് തീരുമാനിക്കാതെ എന്തായാലും ഇപ്പോൾ ഈ MBBSന് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പോകണം, അതിന് ഇത്ര ലോണ് വേണം, ഈ വീടും പറമ്പും ബാങ്കിൽ വെക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അത് വെക്കുകയാണെങ്കിൽ തയ്യാറാണ്, നീ എന്താണ് തീരുമാനം എടുക്കേണ്ടത് ആ തീരുമാനത്തിന് ഞങ്ങൾ യോജിച്ച് നിൽക്കും. കാരണം എപ്പോഴും ആ ഒരു ഇതിൽ സപ്പോർട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതേമാതിരി അലോട്ട്മെൻറ്റ് കൊടുത്ത് MES പെരിന്തൽമണ്ണയിൽ സീറ്റ് കിട്ടി. പക്ഷേ അന്ന് പോകുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റിൽ വെച്ചിട്ട് ഞാൻ തീരുമാനം മാറ്റിയാണ് പറഞ്ഞു, ഞാൻ ഒരു വട്ടം ചെയ്ത് നോക്കാം. അന്ന് ഒരാളും എന്നെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ആകെ സപ്പോർട്ട് ഉണ്ടായിരുന്നത് ഉപ്പയും ഉമ്മയും മാത്രമാണ്. ഉപ്പയും ഉമ്മയും പറഞ്ഞിരുന്നത്, നിൻ്റെ ലൈഫ് നീ തീരുമാനം എടുക്കുക. ആ ഒരു തീരുമാനത്തിൽ ആ ഒരു കാര്യത്തിന് ഞാൻ എന്ത് ചെയ്തു, ബ്രില്യൻ്റ് ചൂസ് ചെയ്ത് ഇന്നിപ്പം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഒരു സീറ്റ് കിട്ടാൻ പോകുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. വളരെ സന്തോഷമാണ് നമുക്കിത് കേൾക്കുമ്പോഴാണല്ലോ അല്ലേ. നമ്മളൊന്ന് പഴിച്ചു, ഓക്കെ, രണ്ടാമത് വീണ്ടും തോറ്റു, അല്ലെ മൂന്നാമത് വീണ്ടും വന്നു. അപ്പം എന്താ വിചാരിക്കുക, നിന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളത്തില്ല. അതല്ല അല്ലേ, അങ്ങനെ ആവരുത് അല്ലേ. വീണ്ടും തരുന്ന ആ ഒരു നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു ആത്മവിശ്വാസമുണ്ട്, അതിലാണ് നമ്മുടെ വിജയം അല്ലേ. പേരൻസിന്റെ ഒരു സപ്പോർട്ട് അത് എടുത്തു പറയാനാണ്. ഇപ്പൊക്കെ ഇതിനെ കുറിച്ചൊക്കെ അറിയുന്ന ആൾ തന്നെയാണ്. അതായത് എൻട്രൻസ് എന്തിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഡോക്ടർ എന്തിന്റെ മേഖലയെ കുറിച്ചൊക്കെ നല്ലപോലെ അറിയുന്ന ആളാണ്. എന്നിട്ടും എന്നോട് ഈ തീരുമാനം എടുക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം ആ സമയത്ത് എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നത്, നീ സെൽഫ് ഫിനാൻസിങ് കോളേജ് പോയിക്കോ, അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് പറ്റുന്നതിന് മാക്സിമം ആണിത്, നിന്നെക്കൊണ്ട് നീ ഇതിനപ്പുറത്തേക്ക് പറ്റൂല എന്ന് പറഞ്ഞപ്പോഴും ഉപ്പ എന്നെ വിശ്വസിച്ചു. ഞാൻ പറഞ്ഞ് എനിക്ക് ഒന്നുകൂടി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഓക്കെ നീ പൊക്കോ, നീ നിന്റെ തീരുമാനം, നിന്റെ ലൈഫ് അത് നീ തീരുമാനിച്ചെടുക്കുക എന്ന് പറഞ്ഞു. ഒരുപാട് അതാണ് നമുക്ക് ആ ഒരു പേരൻസിൻ്റെ ഒരു സപ്പോർട്ട്, അത് പറയാതിരിക്കാമല്ലോ. നമുക്ക് പറയാം, ഇപ്പം നമ്മളെ മുന്നേ അധ്യാപകർ പറഞ്ഞ പോലെ മാതാപിതാ ഗുരു ദൈവം അല്ലേ, ഇവരുടെയൊക്കെ ആ ഒരു സപ്പോർട്ടാണ് നമ്മളെ ഇന്ന് ഇവിടെ ഇങ്ങനെ നിർത്തുന്നത് അല്ലേ. ആ ഒരു പേരൻസിൻ്റെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇന്നാൾ അല്ലേ ഒരു MBBS സ്റ്റുഡൻസ് ആവാൻ ഇപ്പം ഭാഗ്യവാനായത് അല്ലേ. ആ ഒരു സപ്പോർട്ട് അല്ലേ, ഒന്നും പറയാനില്ല നമുക്കത്. ഓക്കെ, നമുക്കിപ്പം ഈ 2024 ആ ഒരു എക്സാമും ഇതിൻ്റെ എല്ലാം കഴിഞ്ഞു അല്ലേ. ഇനിയിപ്പോൾ നമ്മുടെ ഒരു വരും തലമുറയുണ്ട് അല്ലേ, തൊട്ട് ബാക്കിൽ അടുത്ത 2025 നീറ്റ് എക്സാമിന് വേണ്ടി തയ്യാറാവുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് എന്താ ആ ഒരു ഇൻസ്പിറേഷൻ നൽകാൻ പറ്റുന്നത്? അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ പുറകെ പോവുക. അതിന് ചിലപ്പോൾ തോറ്റു പോകും ഒരു വർഷം. ചിലപ്പോൾ നിങ്ങളുടെ നീറ്റ് 2024 കുറേ പേര് 650 താഴെ വന്നിട്ടുണ്ട്. 600 മുകൾക്ക് വരിക എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു സ്കോറാണ്. പക്ഷേ കട്ട് ഓഫ് കടക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് MBBS പഠനം അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ
ഒരു വട്ടം ശ്രമിക്കുക, നിങ്ങൾ ആഗ്രഹത്തിന് പുറകെ പോവുക. ഒരു വട്ടം തോറ്റു എന്ന് കരുതിയിട്ട് എല്ലാം അവസാനിച്ചു എന്നല്ല. ഇപ്പം ഞാൻ തന്നെ ഒരുപാട് വർഷങ്ങൾ ഇതിനു വേണ്ടി പുറകെ നടന്നു. എന്നിട്ടിപ്പോൾ ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എക്സാമിൽ മാർക്ക് കുറേ വെച്ചിട്ട് വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത്. നിങ്ങളുടെ എക്സാമിൽ എന്താണോ തെറ്റ് പറ്റിയത് അത് മാറ്റിയെടുക്കുക. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റി, അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻ തെറ്റി, നിങ്ങൾക്കൊരു 400 മാർക്കേ ഉള്ളൂ, അല്ലെങ്കിൽ 300 മാർക്കേ ഉള്ളൂ, പ്രശ്നമില്ല. നിങ്ങളുടെ ആ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് തെറ്റ് പറ്റിയതെന്ന് നോക്കുക, അത് തിരുത്താൻ നോക്കുക. ഓരോ എക്സാമിൽ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുക. വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ അതിന് നേരം ഉണ്ടാവുള്ളൂ. എനിക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. പലപ്പോഴും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം 600 താഴോട്ടൊക്കെ മാർക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ആ തെറ്റിയ ക്വസ്റ്റ്യനുകൾ വീണ്ടും ഒന്ന് ചെയ്ത് നോക്കും. എന്താണ് തെറ്റ് പറ്റിയത് എന്നുള്ളത് നോക്കി അത് മാറ്റുക. അടുത്ത പ്രാവശ്യം ആ തെറ്റ് വീണ്ടും പറ്റാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. ആത്മവിശ്വാസം കൈവിടാതെ മുന്നേറുക അല്ലേ? അതെ. അപ്പം നമുക്ക് നല്ലൊരു ക്യാമ്പസ് ഏതാണ്? ഡ്രീം ക്യാമ്പസ് ഏതാണ്? കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, കാലിക്കറ്റ് അല്ലേ? ആ ഒരു ഡ്രീം ക്യാമ്പസിലേക്ക് ആളെ എത്രയും പെട്ടെന്ന് എത്തിച്ചേരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മോടൊപ്പം ഇത്രയും നേരം സമയം ചെലവഴിച്ച നമ്മുടെ ബാസിലിനും, അതുപോലെ നമുക്ക് നമ്മുടെ വരുന്ന തലമുറയ്ക്ക് അല്ലേ 2025 നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നല്ലൊരു മോട്ടിവേഷൻ നൽകിയത് അല്ലേ? അപ്പം എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.